പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ നെയ്ത്താർ പെരുമൈ എന്ന അധ്യായത്തിലെ 10ാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അന്തണർ என்போர் അറവോർ മറ്റെവ്വുയിർക്കും ചെന്തൺമൈ പൂണ്ടൊഴുകലാൽ. അന്തണർ என்போர் അറവോർ മറ്റെവ്വുയിർക്കും ചെന്തൺമൈ പൂണ്ടൊഴുകലാൻ. ആദ്യമായി ഈ കുറലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. മറ്റെവ്വുയിർക്കും, മറ്റുള്ള ജീവികളോടെല്ലാം, ചെന്തൺമൈ പൂണ്ട്, കാരുണ്യം പുലർത്തി, ഒഴുകലാൽ, ജീവിക്കുന്നത് കൊണ്ട്. അന്തണർ என்போർ, അന്തണന്മാർ എന്ന് വിളിക്കേണ്ടത് അറവോർ, ധർമ്മചാരികളായ സന്യാസിമാരെയാണ്. സർവജീവികളോടും കാരുണ്യം പുലർത്തി ജീവിക്കുന്നതിനാൽ അന്തണന്മാർ എന്ന് വിളിക്കേണ്ടത് ധർമ്മചാരികളായ സന്യാസിമാരെയാണ്. അപ്പോൾ ഇവിടെ അന്തണൻ, മലയാളത്തിൽ ബ്രാഹ്മണൻ എന്നാണ് അന്തണൻ എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം. ആ പദത്തെ അന്തണൻ എന്നുള്ള അം തൺ അൻ എന്നിങ്ങനെ ഇടപിരിക്കാം. അപ്പോൾ അം എന്ന് പറയുന്നത് സമ്യക്കായ സർവത്തെയും ആണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സമ്യക്കായ സർവത്തെയും തൺ നിറ ഈ തണിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അതിനെ സാക്ഷാത്കരിച്ചവൻ, അതുമായി താതാത്മ്യം പ്രാപിച്ചവൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞനെന്ന് തന്നെയാണ്. സർവജ്ഞന്മാരെയാണ് സന്യാസിമാരെന്ന് പറയേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് പ്രൊഫഷണൽ സന്യാസം, അതായത് കപട സന്യാസം ധാരാളമായി വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഇവിടെ തുടർന്ന് വന്നിട്ടുള്ള ഒന്നാണ് കപട സന്യാസം. അതിനെ പ്രൊഫഷണൽ സന്യാസം എന്നാണ് പറയുക. സന്യാസത്തെ തൊഴിലാക്കുക, കാഷായ വേഷമൊക്കെ ധരിച്ച്, പക്ഷെ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് മിക്ക സന്യാസി മഠങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് യഥാർത്ഥ സന്യാസത്തിന് യോജിച്ചതല്ല. യഥാർത്ഥ സന്യാസി എന്ന് പറയുമ്പോൾ ഭൗതികമായ സർവ്വ പറ്റുമൊഴിഞ്ഞവരാണ്. അങ്ങനെ സർവ്വ പറ്റുകളും ഒഴിഞ്ഞ ആൾക്കാർ ഇന്ന് നമ്മുടെ രാജ്യത്ത് സന്യാസിമാർ മുഖ്യമന്ത്രി പദത്തിൽ പോലും ഇരിക്കുന്നു എന്നുള്ള ഒരു വിരോധാഭാസം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ആ പദത്തിന് ഉള്ള അർത്ഥം തന്നെ അവിടെ അത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സന്യാസത്തെ ശരിയായ ആ ഒരു പാതയിൽ കാണാതെ അതിനെ പ്രൊഫഷണലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇക്കാര്യം കുറൽകാരൻ വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലാക്കുകയാണ്. ഈ സന്യാസം അത് ഒരു വ്യവസ്ഥാപിത രീതിയിൽ മുന്നോട്ട് പോയാൽ അവസാനം അത് പ്രൊഫഷണൽ ഇസമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ദീർഘദർശിയായ കുറൽകാരൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് കുറൽകാരൻ പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ സന്യാസി, അത് യഥാർത്ഥ അന്തണൻ, അത് സന്യാസിമാർ തന്നെയാണ്. കാരണം എല്ലാവരോടും കാരുണ്യം പുലർത്തി ജീവിക്കുന്നവൻ. അപ്പോൾ സർവരോടും കാരുണ്യം, ജീവകാരുണ്യമാണ് സന്യാസത്തിൻ്റെ പ്രധാനമായ ഗുണങ്ങളിലൊന്ന്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ മുനിചര്യ പഞ്ചകത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുറൽ ശ്രീനാരായണ ദർശനവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ദാർശനിക കാഴ്ചപ്പാടാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ മൊഴിമാറ്റിയത് ഇങ്ങനെയാണ്: സർവപ്രാണിയിലും തുല്യ കൃപ പൂണ്ടു നടക്കയാൽ
അന്തണന്മാരെന്നു ചൊല്ലേണ്ടതു സന്യാസിമാരെയാം. സർവപ്രാണിയിലും തുല്യ കൃപ പൂണ്ടു നടക്കയാൽ അന്തണന്മാരെന്നു ചൊല്ലേണ്ടതു സന്യാസിമാരെയാം. അപ്പോൾ ഇവിടെ സർവ്വജീവികളോടും കൃപ പൂണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവത്തെയും കാണുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഔപനിഷദമായ ഒരു ദാർശനിക കാഴ്ചപ്പാട് കൂടിയാണത്. തന്നിൽ നിന്ന് അന്യമായി എന്ന് കാണുന്നു സർവ്വതും, അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന് എന്നാണ് ഈശാവാസ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഗുണമുള്ളവരാണ് സർവത്തിലും ഏകത്വം ദർശിച്ച് ഏകമായ പരമ്പൊരുളിൽ വിലയം പ്രാപിച്ച് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന മനസ്സിൻ്റെ ഉടമകളാണ് സന്യാസിമാർ. അവരാണ് അന്തണന്മാർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നൊഴിയാതെല്ലാ ജീവിയോടും കൃപ പൂണ്ടു നടക്കുന്നവർ തന്നെ അന്തണർ. ഒന്നായൊഴിയാതെല്ലാ ജീവിയോടും കൃപ പൂണ്ടു നടക്കുന്നവർ തന്നെ അന്തണർ എന്നിങ്ങനെ നമുക്ക് ഇതിനെ ദ്രാവിഡ വൃത്തത്തിൽ മൊഴി മാറ്റാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി നെയ്ത്താർ പെരുമൈ അഥവാ സന്യാസി മഹിമ എന്ന കുറൽ അധ്യായത്തിൻ്റെ പഠനം ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഒരു അധ്യായം കൂടിയാണ്, കുറലിൽ നിന്ന് ഒരധ്യായം കൂടി മാത്രമേ ശ്രീനാരായണ ഗുരുദേവൻ ഭാഷാന്തരം നടത്തിയിട്ടുള്ളൂ. അത് വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യാധർമ്മം എന്നുള്ള അധ്യായമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ അധ്യായത്തെപ്പറ്റി പഠിക്കാവുന്നതാണ്. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.